ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പുതിയ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് പൊങ്കാല വ്ളോഗാണ്. ആറ്റുകാൽ പൊങ്കാല വ്ളോഗാണ് ഇന്ന്. അപ്പോൾ 2-3 വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിരുന്നു ആറ്റുകാൽ ഉത്സവത്തിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പൊങ്കാലയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ വെളുപ്പിന് 3:30 എണീറ്റു. പൊങ്കാല ഇടാനുള്ള മൺകലമൊക്കെ കഴുകി വെച്ചു. പിന്നെ അതിനാവശ്യമായ പാത്രങ്ങൾ, നമുക്ക് അരി കഴുകാനും വെള്ളം എടുക്കാനൊക്കെ പാത്രം ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെന്നിരിക്കുമ്പോഴത്തേക്കും അടുത്തുള്ള വീടുകളിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ ടാങ്കറിൽ വെള്ളമൊക്കെ കൊണ്ടുവരും. പിന്നെ വാങ്ങിച്ചത് പൊങ്കാല ഇടാനുള്ള സാധനങ്ങളാണ്. ചമ്പ പച്ചരി, ശർക്കര, ഏലക്ക, കാഷ്യൂനട്ട്, കിസ്മിസ്, നെയ്യ്. ഇതെല്ലാം നേരത്തെ വാങ്ങിച്ചു വെച്ചു. ഞാൻ തലേദിവസം രാത്രി ഞാൻ വാങ്ങിച്ചത് പൂവാണ്. കലത്തിൽ കെട്ടാൻ വേണ്ടിയിട്ട് പൂ വാങ്ങിച്ചു. കുറച്ച് പൂ തലയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇത് കുറച്ച് തേങ്ങ തിരുവിയെടുക്കണം. പൊങ്കാലയിലിടാൻ വേണ്ടിയിട്ട് തേങ്ങ തിരുവിയെടുക്കും. അവിടെ ചെന്നിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് അവിടെ ചെന്ന ശേഷം പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് തേങ്ങയൊക്കെ തിരുവി ശർക്കരയൊക്കെ ചീവി വയ്ക്കുന്നതൊക്കെ ഉണ്ട്. ചിരവയൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേരിങ്ങനെ കൊണ്ടുവരും. തിരുവി ഒരു ഡപ്പയിലാക്കിയിട്ട് കൊണ്ടുപോകും. രാവിലെ ചായ ഇട്ട് കുടിച്ചു. ഞാൻ ഈ ചായ മാത്രമേ കുടിക്കത്തുള്ളൂ. ഇനി ഞാൻ പൊങ്കാല ഇട്ട ശേഷം ഫുഡ് കഴിക്കത്തുള്ളൂ. പിന്നെ 3 ദിവസം വ്രതം എടുത്തിരിക്കുകയാണ് ഞാൻ. നോൺ വെജൊന്നും കഴിക്കത്തില്ല. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് രാവിലെ ഇഡ്ഡലി ഇന്നലെ മാവ് അരച്ച് വെച്ചു. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചേട്ടൻ എന്നെ കൊണ്ടുവന്ന് ആക്കിയിട്ട് തിരിച്ചു വന്ന ശേഷം സാമ്പാർ വയ്ക്കാമെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ തേങ്ങ തിരുവി എടുക്കുകയാണ് പായസത്തിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആഹാരം എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാത്രം നമുക്ക് എടുക്കാം. തേങ്ങയൊക്കെ ഇട്ട ശേഷം പൊങ്കാലയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ പാത്രത്തിൽ ഇപ്പം പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോയിക്കൂടല്ലോ. 3-4 വർഷമായിട്ട് അന്നദാനത്തിന് മറ്റേ സ്റ്റീൽ പ്ലേറ്റ് മാത്രമേ യൂസ് ചെയ്യാവൂ. തെർമോക്കോൾ പാത്രം, പ്ലാസ്റ്റിക് പാത്രങ്ങളൊന്നും യൂസ് ചെയ്തില്ല. അപ്പം പേപ്പറിൽ ന്യൂസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റീൽ ഗ്ലാസ്സൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അറിയിപ്പുണ്ടായിരുന്നു. ഇത് അടയ്ക്കാൻ പറ്റുന്നില്ല. ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അടച്ചു തന്നതാണത്. ഇത് എന്തുകൊണ്ട് അടയാത്തെന്ന് വെച്ചാൽ അവരിത് ഉണ്ടാക്കിയിരിക്കുന്ന ഏതോ ഒരു പൊസിഷൻ ഏതോ ഒരു സ്ഥലത്ത് വരുമ്പോൾ അടയുന്ന വിധത്തിലായിരിക്കും. അപ്പം നമുക്കത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ചു വച്ചിട്ട് ഇങ്ങനെ തിരിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് താന്നു പോകും. ഇനി ശർക്കര പൊടിക്കണം. ഞാൻ പൊടിച്ചാണ് എടുത്തത്. കുറച്ച് കട്ടയായിട്ട് കിടപ്പുണ്ട്. അത് പിന്നെ നമ്മൾ പായസത്തിലിടുമ്പോഴത്തേക്കും അതങ്ങ് അലിയും. ഇപ്പം ഏലക്ക വാങ്ങിച്ചതൊന്ന് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുഴുവൻ എടുത്തില്ല, ആവശ്യത്തിന് മാത്രമേ എടുത്തുള്ളൂ. ഏലക്ക ഒരു 5-6 ഏലക്ക എടുത്ത് അത് ഞാൻ പൊടിച്ച് സെപ്പറേറ്റായിട്ട് പേപ്പറിലെടുത്തായിരുന്നു. ശർക്കര ഇങ്ങനെ പൊടിച്ചപ്പോഴത്തേക്കും കവറൊന്ന് ചെറുതായിട്ടൊന്ന് കയറി. അപ്പം ഞാൻ വേറൊരു കവറിലോട്ട് ആക്കിയതാണ്. പണ്ട് മുതൽ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഞാൻ കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ ഇട്ടിട്ട് വരത്തില്ല. അത് വീട്ടിൽ കൊണ്ടുവരും. അതിന് ശേഷം ഡിസ്പോസ് ചെയ്യാറുള്ളൂ. അടുത്ത് ഏലക്ക പൊടിച്ചെടുത്തു. അത് മുഴുവനും വേണ്ടല്ലോ, അതുകൊണ്ടൊരു 5-6 ഏലക്ക എടുത്ത് അതിനെ പൊടിച്ചെടുത്തു. ഇനി അതുപോലെ കാഷ്യൂനട്ടും കിസ്മിസ് എടുക്കുകയാണ്. കാഷ്യൂനട്ട് ഇത് മതിയാവും. കിസ്മിസ് ഇഷ്ടം പോലെ അതിലിരിപ്പുണ്ട്. ഒരു പാക്കറ്റ് വാങ്ങിച്ചപ്പോഴത്തേക്കും 100 ഗ്രാമിൻ്റെയാണ് കിട്ടിയത്. ചെറിയ പാക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ 100 ഗ്രാമിൻ്റെ ഉണ്ട്. അപ്പോൾ അത് അത്രയും ഇട്ടാൽ ഫുൾ അത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ശകലമേ എടുത്തുള്ളൂ അതിൽ നിന്നും. ചിലർ പറയും ശർക്കര പായസത്തിൽ, അതായത് പൊങ്കാല പായസത്തിൽ കാഷ്യൂനട്ടും കിസ്മിസൊന്നും ഇടത്തില്ല എന്ന് പറയും.
എനിക്കറിയത്തില്ല അത് ശരിക്കും എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ഇടാറുണ്ട്, കാഷ്യൂനട്ടും കിസ്മിസും ഇടാറുണ്ട്. അപ്പോൾ അതും ആവശ്യത്തിനുള്ളത് ഞാൻ പൊതിഞ്ഞെടുത്തു. ആ കലം കഴുകി വെച്ചില്ലേ, അത് കുറച്ച് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതിലോട്ട് കുറിയിടുകയാണ്. ചന്ദനം കുഴച്ചെടുത്ത് കുങ്കുമം കൂടെ ചേർത്ത് കുറിയിടുകയാണ്. കലം ഉപയോഗിക്കുന്നത് ഈ ഒരുക്കത്തന്നെ, പിന്നെ അത് വേറെ യൂസ് ചെയ്യത്തില്ല. അതായത് പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യത്തില്ല. എന്തെങ്കിലുമൊക്കെ അരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാം, അരിയോ പരിപ്പോ എന്തെങ്കിലും ഇട്ട് വയ്ക്കാം, വെള്ളം പിടിച്ച് വയ്ക്കാം, അതിനുവേണ്ടി യൂസ് ചെയ്യാം. ഇപ്പം ഞാനെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. കുടിക്കാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്, അവിടെ കിട്ടും, എന്നാലും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു കുപ്പി വെള്ളം വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചു. പൊങ്കാലയ്ക്ക് ഞാൻ എപ്പോഴും പുതിയ സാരിയാണ് ഉടുക്കുന്നത്. അപ്പോൾ ഇത് ബാലരാമപുരത്ത് ദ കേരള ഹാൻഡ്ലൂംസ് എന്ന് പറയുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് എടുത്ത കോട്ടൺ സാരിയാണ്. ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 450 രൂപയാണ് ഈ സാരിയുടെ വില. വിത്ത് ബ്ലൗസല്ല, ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് തുണിയെടുത്ത് തയ്പ്പിച്ചതാണ്. നല്ല സെലക്ഷൻ ഉള്ളതാണ് ഈ കടയിൽ. അപ്പോൾ കുളിച്ച് റെഡിയായി കഴിഞ്ഞു. ചേട്ടൻ ഇറങ്ങാൻ ഷെഡിൽ നിന്ന് സ്കൂട്ടറൊക്കെ എടുത്തു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുണ്ടല്ലോ, ചൂട്ടും ഓലയൊക്കെ എടുത്ത് കൊതുമ്പൊക്കെ എടുത്ത് നമ്മൾ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. സിറ്റിയിലുള്ള ഓഫീസൊക്കെ പൊങ്കാലയുടെ തലേദിവസം കുറച്ച് നേരത്തെ വിട്ടു. ബ്ലോക്കാവും. അതുകൊണ്ട് എല്ലാ ഓഫീസും കുറച്ച് നേരത്തെ വിട്ടു. അപ്പോൾ ചേട്ടൻ വൈകിട്ട് വന്ന ശേഷം ഈ ചൂട്ടും കൊതുമ്പെല്ലാം എടുത്ത് ഒതുക്കി കെട്ടി തന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 6 മണിക്കാണ്. അപ്പം പോകുന്ന വഴിയാണ്. പല സ്ഥലത്തും ആൾക്കാർ റെഡിയായിട്ട് വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റോപ്പിലും അല്ലാതെയൊക്കെ റെഡിയായി നിൽക്കുന്നത് കാണാം. പിന്നെ പല ജംഗ്ഷനിലും നല്ല അലങ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ദേവിയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് നല്ല അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പല സ്ഥലത്തും. പാട്ടും ഒക്കെ ആയിട്ട് ഒരു നല്ല രസമായിരുന്നു കാണാനൊക്കെ. ഇത് നമ്മുടെ വെള്ളായണി കായലാണ്. ഞാനെപ്പോഴും ഇടുന്നത് അമ്പലത്തറ ഭാഗത്താണ് പൊങ്കാല ഇടുന്നത്. ആ ഭാഗത്ത് ഇടുന്നത് ഇങ്ങോട്ട് പെട്ടെന്ന് വരികയും ചെയ്യും. സിറ്റിക്കകത്തൊക്കെ നമുക്ക് ഇടാം, പക്ഷേ ഭയങ്കര താമസിക്കും. വീട്ടിലെത്തുമ്പോൾ ഭയങ്കരമായിട്ട് താമസിക്കും. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ പെട്ടെന്ന് എത്താൻ പറ്റും. പൊങ്കാലയ്ക്ക് പോകുന്നതെന്ന് പറയുന്നത് തന്നെ പൊങ്കാലയ്ക്കുള്ള കാത്തിരിപ്പ് തന്നെ വലിയ ഒരു സന്തോഷം നൽകുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത്, കലം വാങ്ങിക്കും, നമ്മൾ പൊങ്കാല ഇടാനുള്ള സാധനങ്ങൾ, ചൂട്ടും കൊതുമ്പും ഒക്കെ എടുത്ത് റെഡിയായിട്ട് വയ്ക്കുന്നത്, ഇതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ ഇനി ദൂരെ ഇരിക്കുന്നവർക്ക് ഇതൊക്കെ ഞാൻ പറയുമല്ലോ, എൻ്റെ അനിയത്തിയടുത്തും ചേച്ചിമാരടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കും അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ആഗ്രഹമായിരിക്കും അവർക്ക്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഫോട്ടോസ് അയക്കണം, വീഡിയോസൊക്കെ അയക്കണം പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കിടാൻ പോകുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും കൂടെ ചേച്ചിമാരാരെങ്കിലുമൊക്കെ കാണും. ഇപ്രാവശ്യം അവർക്കിടാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കിടുന്നത്. ഇതാണ് അമ്പലത്തറ. മിൽമ ഒക്കെ ഉള്ളത് ഇപ്പുറത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടതുവശത്താണ്. അപ്പോൾ ഞാൻ ആ റോഡിൻ്റെ തുടക്കത്തിൽ തന്നെ ഇട്ടത്. ആദ്യം ഞാൻ ഇരുന്നത് ഓപ്പോസിറ്റാണ് ഞാൻ ഇരുന്നത്. പിന്നെ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കലത്തിലെ വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ ചേട്ടൻ ഒപ്പിച്ച് തന്നു. ഒരു ചെറിയ മരത്തിൻ്റെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണൽ കിട്ടും. അപ്പോൾ അവിടെ ചേട്ടൻ സ്ഥലം ഒപ്പിച്ച് തന്നു. കല്ലൊക്കെ വെച്ച് കല ഒക്കെ റെഡിയാക്കി പൂവൊക്കെ വെച്ച് ഒരുക്കി എടുത്ത് തന്നു കഴിഞ്ഞ ശേഷം ചേട്ടൻ പോയി തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ ചാറ്റൽ മഴ. അത് എല്ലാ വർഷവും ഉള്ളതാണ്. ആറ്റുകാൽ പൊങ്കാല ആ സമയത്ത്, പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തലേ ദിവസം. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ ആ പൊടിപടലങ്ങളൊക്കെ
അല്ലെങ്കിൽ നഗരം ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പെയ്യുന്ന മഴ. എല്ലാ വർഷം പതിവുള്ളതാണ് ഈ ചെറിയൊരു മഴ. മൂടിക്കെട്ടിയ അന്തരീക്ഷം ആയതുകൊണ്ട് ഞങ്ങൾ അടുത്തിരുന്നവരൊക്കെ വിചാരിച്ചത് ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരിക്കും, വെയിൽ കാണത്തില്ല, നന്നായല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു 10 മണി ആയപ്പോഴത്തേക്കും നല്ല വെയിലായി. പിന്നെ കാത്തിരിപ്പ്, 10:30 അടുപ്പ് കത്തിക്കാനുള്ള കാത്തിരിപ്പാണ്. പൊങ്കാലയൊക്കെ ഇട്ടു. അപ്പം ഞാൻ മാത്രമായതുകൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റായിട്ട് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല. മറ്റേ കൂടെ ആരെങ്കിലും കാണും, മക്കളാരെങ്കിലുമൊക്കെ കാണും. അവരുണ്ടെങ്കിൽ എനിക്ക് അവർ വീഡിയോ എടുത്ത് തരും. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരും നന്നായിട്ട് പൊങ്കാല ഇട്ടു. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഇത് വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഇഷ്ടംപോലെ ജ്യൂസ്, പൊങ്കാലയിട്ട് അത് 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് തീരും. മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, പൊങ്കാല പായസം മാത്രം. വേറെ പലരും മണ്ടപ്പുറ്റ്, തെരളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നവരുണ്ടായിരുന്നു, വെള്ളച്ചോറ്, അരവണയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഞാനിന്ന് ആഹാരമൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു, ഇഷ്ടംപോലെ വാട്ടർ മെലണെല്ലാം കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇതാ ഫുഡൊക്കെ കൊണ്ടുപോകുന്നതൊക്കെ കാണാം. കുറച്ച് അപ്പുറത്താണ് വിളമ്പിക്കൊണ്ടിരുന്നത്. 3-4 വണ്ടികളൊക്കെ പോകുന്നത് കാണാമായിരുന്നു. അപ്പം ഞാൻ പോയി മേടിച്ചില്ല, എന്ന് വെച്ചാൽ വയറ് ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു ജ്യൂസൊക്കെ കുടിച്ചിട്ട്. അത് കഴിഞ്ഞ് 1:30 ആയപ്പോഴത്തേക്കും ചേട്ടൻ വിളിക്കാൻ വേണ്ടിയിട്ട് എത്തി. പിന്നെ ഒരു നൊങ്ക് സർബത്ത് കുടിച്ചായിരുന്നു. ഓപ്പോസിറ്റ് ഒരു കടയുണ്ടായിരുന്നു, അവിടെ നിന്ന് നൊങ്ക് സർബത്ത് കുടിച്ചു. പിന്നെ നിവേദ്യം, അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. അപ്പോൾ 2:30 ആയപ്പോഴത്തേക്കും പൂജാരി വന്നു, പൊങ്കാല ഒക്കെ നിവേദിച്ചു. ഇനി അടുത്ത വീട്ടിലോട്ടുള്ള ഒരുക്കം. ഞങ്ങളാണ് ഫസ്റ്റ് ഈ റോഡിലോട്ട് കയറുന്നത്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇനി പോകുന്ന വഴിക്ക് മുഴുവനും ജ്യൂസും വാട്ടർ മെലണും രസ്ന അങ്ങനെയൊക്കെ കൊടുക്കും. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോഴത്തേക്കും അവിടെ കലക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊന്ന് വെള്ളായണി അഗ്രികൾച്ചർ കോളേജാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ പോയപ്പോഴത്തേക്ക് വെള്ളായണി ലേക്കില്ലേ അവിടെ എത്തിയപ്പോഴത്തേക്കും ജ്യൂസ് കൊടുത്തു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആശ്വാസമായി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളായിരുന്നു ഫസ്റ്റ്. അവർ നിർത്തിപ്പിച്ച് തന്നതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നാലെ വേറെ വണ്ടികളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ തണലത്ത് ഞങ്ങൾ നിർത്തി, അത് ജ്യൂസ് കഴിച്ചു, വാട്ടർ മെലൺ ജ്യൂസ് കഴിച്ചു. കുടിക്കാനുണ്ടായിരുന്നു, കഴിക്കാനുണ്ടായിരുന്നു അതിൽ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ പോയപ്പോഴത്തേക്ക് അപ്പുറത്ത് ഫ്രൂട്ട് സലാഡ്, അത് കഴിച്ചു. അങ്ങ് പോകുന്ന വഴിക്ക് തന്നെ ഒരു 5-6 സ്ഥലത്തായി. നിർബന്ധിച്ച് നിർത്തിപ്പിച്ചൊക്കെയാണ് കേട്ടോ തരുന്നത്. പിന്നെ ഞങ്ങൾ തന്നെ മതി, ഞങ്ങൾ കുടിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ അതായത് വാട്ടർ മെലണൊക്കെ കിട്ടിയതൊക്കെ അകത്ത് പാത്രത്തിൽ വെച്ചായിരുന്നു, എന്ന് വെച്ചാൽ കഴിക്കാൻ വയ്യ. തിരിച്ച് വീട്ടിൽ 3:15 ആയപ്പോഴത്തേക്കും എത്തി. അന്നുകൊണ്ട് എല്ലാവർക്കും പൊങ്കാല പായസമൊക്കെ എടുത്ത് കൊടുത്തായിരുന്നു. കറക്റ്റ് മധുരമായിരുന്നു അത്. തൊട്ടടുത്ത് ഉണ്ടായിരുന്നവരൊന്ന് മണ്ടപ്പുറ്റും തെരളിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിവേദിച്ച് കഴിഞ്ഞ ശേഷം എനിക്ക് കുറച്ചെടുത്ത് തന്നായിരുന്നു, 2-3 എടുത്ത് തന്നായിരുന്നു. അതാണിത്. മണ്ടപ്പുറ്റ് നേദിക്കുന്നതെന്ന് തലവേദന ഉള്ളവർക്ക് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് മണ്ടപ്പുറ്റ്. അതിന് നേർച്ചയായിട്ട് ഉണ്ടാക്കുന്നത്, അതായത് തലവേദന കുറയാൻ മാറാൻ ഒക്കെ വേണ്ടിയിട്ട് നേരുന്ന നേർച്ചയാണ് മണ്ടപ്പുറ്റ്, ഈ സാധനം. ഇത് വന്ന് തെരളി. അപ്പം പായസം കുറച്ച് കഴിച്ചു. പൊങ്കാല ഇട്ട് വന്നപ്പോഴത്തേക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം. അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തെ കാത്തിരിപ്പ്.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞ് ആ ഒരു ഇഡ്ഡലിയൂടെ രാവിലെ വെച്ചിരുന്ന ആ ഒരു ഇഡ്ഡലിയൂടെ കഴിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ചേട്ടൻ ഉണ്ടാക്കിയ സാമ്പാറാണേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ അത് നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ്. അങ്ങനെ ഞാൻ എടുത്ത് കഴിക്കുകയാണ്. ഇത് വൈകുന്നേരമല്ല, രാത്രി. പൊങ്കാല കഴിഞ്ഞിട്ട് ഉള്ള ദിവസം രാത്രി 11 മണിക്ക് കുത്തിയോട്ടം വ്രതം എടുക്കുന്ന കുത്തിയോട്ടമല്ലേ, അതായത് ദേവിയുടെ ഭടന്മാരെന്നാണ് പറയുന്നത്. ദേവിയെ മണക്കാടുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലോട്ട് എഴുന്നള്ളിപ്പുണ്ട്. അപ്പം ദേവിയുടെ കൂടെ അകമ്പടി സേവിക്കുന്ന ഭടന്മാരാണ് ഈ കുട്ടികൾ, കുത്തിയോട്ടം എടുത്തിരിക്കുന്ന കുട്ടികൾ. അപ്പം അതിനു മുമ്പ് ദേവിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ദേവിയുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി തൊഴുത ശേഷം ചൂരൽ കുത്തും. എന്നിട്ട് എഴുന്നള്ളിക്കുന്ന സമയത്ത് ദേവിയുടെ കൂടെ അകമ്പടി സേവിച്ച് അവിടെ എത്തും. അതിനു മുമ്പ് ഈ വാദ്യമേളങ്ങളും കുറേ കലാരൂപങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ കുട്ടികൾ, തൊട്ടുകിഴക്കിൽ ആ കുട്ടികളുണ്ടാവും. കൂടെ പാരൻസാണ് ആ ചെയർ എടുത്തുകൊണ്ട് നടക്കുന്നത്. ഇടയ്ക്ക് ക്ഷീണം വല്ലതും തോന്നുകയാണെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വിശറിയൊക്കെ കുട്ടികൾക്ക് ചൂടെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിശറി ഈ കസേരയൊക്കെ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. ഈ മൂന്നാമത്തെ ദിവസം മുതലാണ് കുത്തിയോട്ടം വ്രതം ആരംഭിക്കുന്നത്. അപ്പോൾ അന്ന് മുതൽ ഈ കുട്ടികൾ ക്ഷേത്രത്തിൻ്റെ അകത്താണ് താമസിക്കുന്നത്. ഭക്ഷണമെല്ലാം അകത്താണ്, ക്ഷേത്രത്തിനകത്താണ്. പാരൻസിൻ്റെ കൂടെയല്ല. പാരൻസ് വന്ന് കാണാം, അവർക്കൊരു സമയം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പോകും. ദേവിക്ക് എഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുമല്ലോ. അപ്പോൾ എഴുന്നള്ളത്ത് കഴിഞ്ഞ് തിരികെ ക്ഷേത്രത്തിലെത്തിയ ശേഷം ചുരുളിളക്കും. അതോടെ കുത്തിയോട്ട വ്രതം അവസാനിക്കും. ഇപ്രാവശ്യം 603 ബാലന്മാരാണ് വ്രതം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് പൊങ്കാല മഹോത്സവത്തിന് വേണ്ടിയിട്ട്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും പിന്നെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ പൊങ്കാലിടാൻ വേണ്ടിയിട്ട് വരും. ഇപ്രാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, കൂടുതലായിരുന്നു പൊങ്കാലിടുന്ന. അത് ഓരോ വർഷം കഴിയുമ്പോൾ കൂടിക്കൂടിയാണ് വരുന്നത്. കോവിഡ് തുടങ്ങിയത് 2020-ലല്ലേ, ആ സമയത്ത് ഉണ്ടായിരുന്നു. അടുത്ത വർഷം എല്ലാവരും വീട്ടിലാണ് പൊങ്കാലയിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈവായിട്ട് കണ്ട് അങ്ങനെയാണ് പൊങ്കാല ഇട്ടത്. അതായത് ലൈവായിട്ട് TV-യിൽ ക്ഷേത്രത്തിലുണ്ടായിരുന്നല്ലോ പൊങ്കാല, അത് ചെയ്യുന്നത് കണ്ടിട്ട് ആ സമയം നോക്കിയാണ് ഞാനിവിടെ എല്ലാവരും ഉണ്ടാക്കിയത്, പൊങ്കാല ചെയ്തത് അങ്ങനെയാണ്. അപ്പോൾ ഇനിയൊരു പ്രാർത്ഥന മാത്രം, അടുത്ത വർഷവും ഒരു തടസ്സവും കൂടാതെ പൊങ്കാല ഇടാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥന മാത്രം. ശേഷം മക്കൾ വരുന്ന സമയത്ത് അവിടെയൊക്കെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു.
മറ്റ് മണക്കാടുള്ള ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ എഴുന്നള്ളത്ത് രാവിലെ മടങ്ങിയെത്തും. അതിനുശേഷം രാത്രി 9:45 ആകുമ്പോഴത്തേക്കും കാപ്പഴിച്ച് ശേഷമായിരുന്നു കുരുതി തർപ്പണം. അതോടെ ആറ്റുകാൽ ഉത്സവത്തിന് സമാപനമായി. ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റും കൂടെ ഒന്ന് ചെയ്യണേ. ബൈ ഫ്രണ്ട്സ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.